So the third equation മുഴുവൻ derive ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് എന്നാ വേണ്ടേ? v square is equal to v0 square plus 2as. അപ്പൊ നോക്കിയേ, വിയുടെ സ്ക്വയർ കാണണല്ലേ. വിയുടെ ഇക്വേഷൻ നമ്മൾ എന്നാ നേരത്തെ എഴുതിയേക്കുന്നേ പറഞ്ഞേ? v equal to v0 plus 80 square on both sides. v square is equal to v0 plus 80 whole square. Squaring on both sides. അപ്പൊ എങ്ങനെ പറ്റി? v square is equal to ഇതെന്ന് പറഞ്ഞാലേ a plus b whole square അല്ലേ? a plus b whole square ഇക്വേഷൻ എന്നാ? a square plus 2ab plus b square. v0 square plus 2v0 80 plus a square t square. ശരിയല്ലേ? That is equal to v0 square into. ഇവിടെ രണ്ടെണ്ണത്തിൽ a ഉണ്ടല്ലേ? ഇല്ലേ? ഒരു 2ഉം കൂടെ ഞാനങ്ങ് കോമൺ ആയിട്ട് എടുത്ത്. അപ്പൊ എന്നാക്കി എടുക്കാം? പ്ലസ് 2a ഇൻറ്റു, പിന്നെ ഇവിടെ എന്നാ ഉള്ളേ? v0യും tയും പ്ലസ് ഇവിടെ ഒരു a എടുത്തു, ടി സ്ക്വയർ അവിടെയുണ്ട്, 2 അവിടെ ഇല്ല. അപ്പൊ a t സ്ക്വയർ ബൈ 2 എന്നാവും അല്ലേ? That is equal to v square. ഇനി നോക്കിയേ, ഇതെന്താണ് ഈ സാധനം? ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ? v0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതെന്നാണ്? സെക്കൻഡ് ഇക്വേഷൻ s ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ ഇതിന് മുഴുവൻ എന്നാന്ന് കൊടുക്കാം? s എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്നാവും? v square is equal to v0 square plus 2as. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ലക്ഷ്മിയുടെ നോട്ട് തന്നെയാണ് പ്രൂവ് ചെയ്തത്. സംശയമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. എഴുതിയെടുക്കാവോ? നമ്പർ എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 1. A body has an initial velocity of 25 meter per second. After 10 seconds, its velocity become 55 meter per second. What is the acceleration acting on it? What is the acceleration of the body? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്തെഴുതുക. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഏതാന്ന് കണ്ടുപിടിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഉത്തരം എ കണ്ടുപിടിക്കുക. ചെയ്യാവോ? ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഞാനും കൂടെ ചെയ്തോട്ടെ കേട്ടോ. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ v0 ഈക്വൽ ടു
25 meter per second. ഈ 10 സെക്കൻഡ് ആയിരുന്നു. അതുപോലെ എല്ലാം സെക്കൻഡിൽ അല്ലെങ്കിൽ സെക്കൻഡിലോട്ടൊക്കെ മാറ്റണം കേട്ടോ. 5 മിനിറ്റ് ആണെങ്കിലൊക്കെ. അതുകൊണ്ട് എല്ലാത്തിൻ്റെ യൂണിറ്റ് ഒന്നാണോ നോക്കി നോക്കി എഴുതി പോകണം. ആഫ്റ്റർ വി 55 മാറി. v equal to v0 plus 80. ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 80നെ അവിടെ നിർത്താം. v minus v0. So a equal to v minus v0 by t. That is equal to 55 minus 25 by 10. That is equal to 30 by 10. That is equal to 3 meter per second square. അല്ലേ? ആക്സലറേഷൻ യൂണിറ്റ് എന്നാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഓൾറെഡി വെലോസിറ്റിയുടെ മുകളിൽ ഒരു മീറ്റർ പെർ സെക്കൻഡ് വരും, താഴെ ടൈമിന്റെ ഒരു സെക്കൻഡ് വരും. സോ മീറ്റർ പെർ, ഇത് മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഈസ് 3 meter per second square. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ എന്റെയോ നിങ്ങളുടെയോ തെറ്റാണ്? എല്ലാവരും ഉത്തരം ഒന്നാണോ? വെരി ഗുഡ്. എന്നാൽ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. An orange or orange is dropped from an aeroplane. ഒരു വിമാനത്തിൽ നിന്ന് ഒരു ഓറഞ്ച് താഴ്ത്തോട്ടിട്ടു. ആഫ്റ്റർ 30 സെക്കൻഡ്, 30 സെക്കൻഡിന് ശേഷം ഇറ്റ് റീച്ചസ് ഓൺ ദ ഹാൻഡ് ഓഫ് എ ബോയ്. 30 സെക്കൻഡിന് ശേഷം ഒരു കൊച്ചിന്റെ കൈ കിട്ടി, കയ്യിൽ വന്ന് വീണു. വാട്ട് ഈസ് ദ വെലോസിറ്റി? What is the velocity with which it hit on the hand? With which it hit on the hand. അപ്പം ആകാശത്തു കൂടി മുകളിലൂടെ പോയ ഒരു എയറോപ്ലെയിനിൽ നിന്ന് ഒരു ഓറഞ്ച് താഴേക്കിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ താഴെ നിലത്ത് നിന്ന് ഒരു കൊച്ചിന്റെ കയ്യിൽ അത് വന്നെങ്കിൽ ആ കൊച്ചിന്റെ കയ്യിൽ വന്നപ്പോഴുള്ള ആ ഓറഞ്ചിന്റെ വെലോസിറ്റി എത്രയാണ്? ചെയ്യാവോ? ശരി. ആ ഓറഞ്ച് ഈസ് ഡ്രോപ്ഡ് ഫ്രം ആൻ എയറോപ്ലെയിൻ. മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ട്. അപ്പൊ അതിന്റെ v0 എത്രയാണ്? തുടങ്ങുമ്പം കയ്യിൽ നിന്ന് ചുമ്മാ ഇടുക അല്ലെ? 0. വെരി ഗുഡ്. ടൈം എത്രയാണ് എടുത്തത് താഴെ വരാൻ? 30 സെക്കൻഡ്. വെലോസിറ്റി കണ്ടുപിടിക്കണം. അതായത് അവസാനം വന്ന വെലോസിറ്റി കണ്ടുപിടിക്കും. അപ്പൊ വിയും v0യും ടിയും തമ്മിൽ റിലേഷൻ ഏതാണ്? v ഈക്വൽ ടു v0 പ്ലസ് at. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? a വേണം അല്ലെ? a എന്ന് പറഞ്ഞാൽ എന്നാണ്? ആക്സലറേഷൻ അല്ലേ? ഇവിടെ ഒരു ബോഡി മുകളിൽ നിന്ന് ഒരു വസ്തു താഴത്തോട്ട് ഇടുമ്പോൾ അതിനുണ്ടാകുന്ന ആക്സലറേഷന്റെ പേരാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശ്രദ്ധിച്ചോണം, ഒരു വസ്തു താഴത്തേക്ക് ഇടുമ്പം പ്ലസ് 9.8ഉം ഒരു വസ്തു മുകളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മൈനസ് 9.8ഉം ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാ ഞാൻ പറഞ്ഞേ? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ജിയുടെ സെയിം ഡയറക്ഷനിൽ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ അത് പ്ലസ് 9.8. ഗുരുത്വാകർഷണ ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഈ നെഗറ്റീവ് സൈൻ കൊടുക്കും, അത് മൈനസ് 9.8. അപ്പൊ ഇവിടെ പ്ലസ് 9.8 ആണോ മൈനസ് 9.8 ആണോ? ഹലോ,
കാർത്തിക കേൾക്കാവോ? അപ്പൊ ഇവിടെ +9.8 ആണോ -9.8 ആണോ താഴേക്ക് വീഴുമ്പം? +9.8. So we can write it as that is equal to 0 + 9.8 into 30 അല്ലേ? നിങ്ങൾ ആ എ അറിയത്തില്ലാതെ അവിടെ ഇരുന്നു. അപ്പൊ ചില ചോദ്യങ്ങൾക്ക് എ ഇല്ലാത്തപ്പം അല്ലെങ്കിൽ ഇതാകുമ്പം ആ ചോദ്യത്തിൽ ആ വാല്യൂ ഇല്ലെങ്കിൽ ഒരു ക്ലൂവിൽ നിന്ന് കണ്ടെത്തണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആൻ ഓറഞ്ച് ഈസ് ഡ്രോപ്ഡ് ഫ്രം ആൻ എയറോപ്ലെയിൻ. അത് താഴെ നിൽക്കുന്ന ഒരു കൊച്ചിന്റെ കയ്യിലേക്ക് വന്ന് വീണു. അപ്പൊ അവിടെ ജി ആണുള്ളത്. അപ്പൊ 9.8 into 30 എത്രയാണ്? പറ. 9 × 27 290. 290 124. 294 ആണോ? 294 m/s. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഉത്തരം തന്നെ ചെയ്യുന്ന ഡാഷ് km/h എന്നാ കിടന്നേക്കുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം എത്രയാ? m/s km/h ആക്കാൻ എന്നാ ചെയ്യണം? 294 × 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 294 × 18 ഡിവൈഡഡ് ബൈ 5 എത്രയാ? അതായത് ഇങ്ങനെ ചോദിക്കാം, ഒരു ഡാഷ് ഇട്ടിട്ട് യൂണിറ്റ് മാറ്റി തന്നാൽ m/s km/h ആക്കാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 294 18 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്ര കിട്ടും? അമ്പത്തിരണ്ട് 92/5 ആണ്. പൂജ്യം കൊടുത്ത് 29 5 25 42 6 7 8 40 റിമൈൻഡർ 2 20 പോയിന്റ് I3 I4 1058 കിട്ടിയോ? 1058.4 km/h. ആന്ന് പറയാൻ ഞാൻ തന്നെയല്ലേ ചെയ്തത്, പിന്നെ എന്തിനാന്ന് പറയണം? മനസ്സിലായോ? ഇതൊരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. തന്നിട്ടില്ല എങ്കിൽ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു അവർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഒരു ബോൾ അല്ലെ ഒരു പന്ത് ഒരു കല്ല് ഒരു കൊച്ചു നേരെ മുകളിലോട്ട് എറിയുന്നു, അല്ലെ എന്തൊരു സാധനം കീഴ്ത്തോട്ട് വീഴുന്നു. അപ്പൊ ജിയുടെ വാല്യൂ എടുക്കണം. താഴേക്ക് വീഴുമ്പോൾ ജി പോസിറ്റീവും മുകളിലോട്ട് പോകുമ്പോൾ ജി നെഗറ്റീവുമായിരിക്കും. സംശയമൊന്നുമില്ലല്ലോ? എന്നാ നമുക്ക് ഗ്രാഫും ബാക്കി 1-2 നല്ല പ്രോബ്ലോടെ എൻ്റെ ഉണ്ട്, അതും കൂടെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.